എൻ്റെ പേര് ജ്വിതാക്കണ്ണൻ. ഞാൻ ഇന്ന് കാച്ചി എണ്ണയെ പറ്റി പറയാൻ വന്നത്. അതായത് ഇത് മൈലാഞ്ചി, ഞാൻ പറഞ്ഞു മൈലാഞ്ചി, ചെമ്പരത്തീൻ്റെ പൂവ്, കറിവേപ്പില, ഇതൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന എണ്ണയാണ്. ഇത് തേച്ചിട്ട് അരമണിക്കൂർ, അതായത് ഇത് തേച്ചാൽ കറുപ്പൊന്നാവില്ല മുടി. ഇത് തേച്ചാൽ ഇതുപോലെ നമ്മുടെ മുടി കുറച്ച് ബ്രൗൺ കളറാവും. അത് ഡെയിലി തേക്കാൻ പറ്റുക. അത് ഒരു അരമണിക്കൂർ തേച്ചിട്ട് ഒരു അരമണിക്കൂർ നിൽക്കണം. നമ്മൾ ഒരുപാട് എണ്ണകൾ നമ്മൾ വാങ്ങി തേക്കുന്നുണ്ടാവും മുടി നരയ്ക്കാതിരിക്കാൻ വേണ്ടി, അതായത് മുടി കളറാകാനൊക്കെ. നമ്മൾ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എണ്ണ കാച്ചാൻ പറ്റും. എനിക്ക് എണ്ണ കാച്ചാനൊന്നറിയില്ല, എൻ്റെ അമ്മയാണ് കാച്ചി തരാറ്. അപ്പോൾ ഇങ്ങനെ ഞാൻ നാട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അമ്മയോട് ഇതേപോലെ ഈ എണ്ണ കാച്ചി തരാൻ പറയും. അപ്പോൾ അമ്മ ചെയ്തത് അതുപോലെ ഇത് എണ്ണയുടെ പാകമൊക്കെ അറിയണം. ഇല്ലെങ്കിൽ നമ്മുടെ മുടിക്ക് ദോഷമാണ്. മുടിയൊക്കെ പൊട്ടിപ്പോവും, മുടി ഇങ്ങനെ പൊരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് അറിഞ്ഞിട്ട് അതിൻ്റെ കണക്ക് മെഷർമെൻറ്റൊക്കെ അറിഞ്ഞാൽ നമുക്കിത് കാച്ചാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് നല്ല എണ്ണയാണ്. മുടി വളരാനും ഒക്കെ നല്ലൊരു എണ്ണയാണ്. മുടി വളരുകയും ചെയ്യും, അതേപോലെ മുടിക്ക് ചെറിയൊരു കളറും വരും. ഇത് മുടിയും ചെറുങ്ങനെ വളരും, മുടി കുറച്ച് കളറും ആവും. നമ്മൾ കെമിക്കൽ ഉപയോഗിച്ച് എണ്ണ തേക്കുന്ന, അതായത് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കെമിക്കൽ ചേർത്താനില്ല, അതൊക്കെ തേക്കുന്ന ഇതേപോലെ നമുക്ക് വീട്ടിൽ എണ്ണ കാച്ചിയിട്ട് ഉണ്ടാക്കി തേക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും നല്ലതാണ്. ഞാൻ പാരച്യൂട്ടാണ് ഉപയോഗിക്കുന്നത്. പാരച്യൂട്ട് പിന്നെ ഈ എണ്ണയും വാങ്ങും. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ മൈലാഞ്ചീനെ കൊണ്ട് പൗഡറാക്കിയിട്ട് തേക്കും. അങ്ങനെ നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി വളർത്തുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒന്നുമില്ലെങ്കിൽ മിക്സിയിട്ട് അരച്ചിട്ട് മുടി തേച്ചാലും നമ്മുടെ മുടി കളറാവും. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഇതേപോലെ വീട്ടിൽ മൈലാഞ്ചിയും അതുപോലെ ചെമ്പരത്തി കറിവേപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എണ്ണ കാച്ചി തേക്കുന്നതായിരിക്കും നല്ലത്. ഇത് എനിക്ക് അമ്മ കാച്ചി തരാറുണ്ട്. എപ്പോഴും പറ്റുമ്പോഴൊക്കെ കാച്ചി തരാറുണ്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനത്തെ എണ്ണ പുറത്തുനിന്നൊന്നും വാങ്ങാറില്ല. ഇത് മൈലാഞ്ചി, തുളസി ഉണ്ടോ എനിക്കറിയില്ല, തുളസി ചേർക്കുമെന്നുള്ളത് അറിയില്ല, കറിവേപ്പുണ്ട്, മൈലാഞ്ചി ഉണ്ട്, ചെമ്പരത്തിപ്പൂവുണ്ട്. ഇതൊക്കെ ചേർത്തിട്ട് വെളിച്ചെണ്ണയിലാണോ നല്ലെണ്ണയിലാണോ കാച്ചുക അതും എനിക്കറിയില്ല. ഇത് എൻ്റെ അമ്മയാണ്. അപ്പോൾ ഇതേപോലെ എണ്ണ കാച്ചി നമുക്കിത് എണ്ണ ഉണ്ടാക്കാൻ അറിയുന്നവരടുത്ത് ചോദിച്ചിട്ട് അതിൻ്റെ മെഷർമെൻറ്റൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ഉണ്ടാക്കി നമ്മൾ തലയിൽ തേച്ച് നോക്കൂ. നമ്മുടെ മുടിക്ക് നല്ല മാറ്റം ഉണ്ടാവും. മുന്നേക്ക് എൻ്റെ മുടി നിറയെ കുറേയൊക്കെ വെള്ളമായിട്ടുണ്ട്. ഇത് തേക്കാൻ തുടങ്ങിയ ശേഷമാണ് കുറച്ചായിട്ട് കാരണം എനിക്ക് ഡൈ ഒന്നും തലയിൽ തേക്കാൻ പറ്റില്ല. അതുപോലെ കെമിക്കലായിട്ടുള്ള ഒരു സാധനവും തലയിൽ തേക്കാൻ പറ്റില്ല, കാരണം തലവേദന വരും. അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇതുപോലത്തെ ഞാൻ തേക്കാറ്. ഞാൻ അങ്ങനെ കെമിക്കൽ ഡൈ ഒന്നും തലയിൽ തേച്ച് എവിടെയും പോകാറില്ല. ഇതുപോലത്തെ എണ്ണ തലയിൽ തേക്കും, എന്നിട്ട് കുളിക്കും. ഇപ്പോൾ ഞാൻ കുളിക്കും. അതുപോലെ ഞാൻ താളി തേച്ച് കുളിക്കും. നമ്മൾ ചെമ്പരത്തി താളി, അലോവേരൊക്കെയാണ്. ചെമ്പരത്തി താളി ഞാൻ തേക്കാറ്. മുഖത്താണെങ്കിൽ അലോവേരയാണ് ഇടല്. പിന്നെ എവിടെയെങ്കിലും നമ്മളിപ്പോൾ പോകാൻ പറ്റി അങ്ങനെ പോകേണ്ട സാഹചര്യം വന്നാൽ അലോവേരയുടെ ഒരു ഫേസ് വാഷ് ഉണ്ട്, അതാണ് തേക്കാറ്. ഏതാണെന്ന് വെച്ചാൽ കവിനർക്ക് അലോവേര ധാത്രിയുടെ ആണോ അതറിയില്ല, വാങ്ങി തേക്കാറുണ്ട് ഞാൻ. അലോവേര ഫേസ് വാഷ് വാങ്ങിയിട്ട് മുഖത്ത് തേക്കും. അപ്പോൾ തലയിൽ ഈ കാച്ചി എണ്ണ മാത്രമേ ഞാൻ തേക്കാറുള്ളൂ.